ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന മുഴുവൻ ആളുകളും വീക്ഷണത്തിന്റെ വരിസംഖ്യയടിച്ച് പത്രത്തിന്റെ വരിക്കാരായിരുന്നു. അങ്ങനെ പാർട്ടി പ്രവർത്തകരെ നല്ലൊരു ശതമാനം വരിക്കാരാക്കി ഇപ്പോൾ പാർട്ടിയെ തന്നെ വാരിക്കുയിലാക്കിയിരിക്കുകയാണ് വീക്ഷണം. പാർട്ടി ചിലവിൽ കോൺഗ്രസിനിട്ട് പണി കൊടുക്കുന്ന വിശ്വസ്ത സ്ഥാപനമായി മാറിയ മുഖപത്രം വീക്ഷണം വലിയ തലവേദനയാണ് നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. രാഹുലിനെതിരെ ഉയർന്നിട്ടുള്ളത് വ്യാജമായ ലൈംഗികാരോപണമാണെന്നും CPM കഴുത്തോളം മാലിന്യത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും കോൺഗ്രസിനെതിരെ സദാചാര പ്രസംഗം നടത്തുന്നുവെന്നും എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ CPMൽ നിന്നുണ്ടാകുന്നത് അതിസാരവും ഛർദിയുമാണെന്നും തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടിയുള്ള ഇത്തരം തന്ത്രങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും വീക്ഷണം ഓർമ്മിപ്പിക്കുന്നു. കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി തീരുമാനിച്ച് ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കെ ഇത് തെല്ലും പരിഗണിക്കാതെ അയാളെ വെള്ളപൂശി എഡിറ്റോറിയൽ എഴുതിയ വീക്ഷണം നടപടി വിവാദമായിരിക്കുകയാണ്. ഇതാദ്യമായല്ല പാർട്ടി നിലപാടിന് വിരുദ്ധമായി വീക്ഷണം എഡിറ്റോറിയൽ എഴുതുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ UDFിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ വർഷം മെയ് മാസത്തിൽ മുഖപ്രസംഗം എഴുതിയതും വിവാദമായിരുന്നു. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും അടക്കം നേതാക്കളെല്ലാം രാഹുലിനെ തള്ളിപ്പറയാൻ മത്സരിക്കുകയാണ്. പ്രത്യേകിച്ച് പരാതിക്കാരി തന്നെ രംഗത്തെത്തി കഴിഞ്ഞ പുതിയ സാഹചര്യത്തിൽ ഇതൊന്നും പരിഗണിക്കാതെയുള്ള പാർട്ടി പത്രത്തിന്റെ ഈ നീക്കം മുതിർന്ന നേതാക്കൾ എല്ലാവരും പാടെ തള്ളിക്കളഞ്ഞു. യാതൊരുവിധ പ്രൊഫഷണലിസമോ അതിലുപരി പാർട്ടി നയങ്ങളെ കുറിച്ച് ബോധ്യങ്ങളോ ഇല്ലാതെ തോന്നുംപടി മാധ്യമ നിലപാടുകൾ സ്വീകരിക്കുന്നത് വീക്ഷണത്തിൽ പതിവായിരിക്കുകയാണ്. KPCC വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫാണ് വീക്ഷണത്തിന്റെ എഡിറ്റർ. അപവാദങ്ങളിൽ പതറാതെയും വ്യക്തിഹതയിൽ തകരാതെയും ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്ന് രാഹുലിനോട് ആഹ്വാനം ചെയ്യുന്ന മുഖപ്രസംഗം സൃഷ്ടിക്കുന്ന നാണക്കേടിനെ കുറിച്ച് മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവടക്കം നേതാക്കൾ പാടുപെടുകയാണ്. വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തെ പാടെ തള്ളുകയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ചെയ്തിരിക്കുന്നത്. പാർട്ടി നിലപാടിന് എതിരാണ് മുഖപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഒരിക്കലും വീക്ഷണം പത്രത്തിൽ വരാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. അതേസമയം പാർട്ടി പ്രതിസന്ധിയിലായിരിക്കെ രാഹുലിന് വെള്ളപൂശിയത് നിഷ്കളങ്കമല്ലെന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അനൗപചാരികമായ അന്വേഷണം നടത്താൻ ധാരണയായി എന്നും സൂചനയുണ്ട്. ഇപ്പോൾ ഉയർന്നു വന്ന പരാതിയിൽ ഏതായാലും നടപടിയിലേക്ക് തന്നെ കടക്കുമെന്ന് വീക്ഷണം മാനേജ്മെന്റ് വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാലും അസ്വാഭാവികമായി ഇങ്ങനെ ഒരു മുഖപ്രസംഗം വരുമെന്ന് വിശ്വസിക്കുവാൻ കഴിയില്ല. മുഖപ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതൃപ്തി അറിയിച്ചിരുന്നു. തനിക്കറിയില്ല, എഴുതിയവരോട് ചോദിക്കണമെന്നായിരുന്നു വിഷയത്തിൽ പ്രതികരണം തേടിയ മാധ്യമ പ്രവർത്തകരോട് VD സതീശൻ പറഞ്ഞത്. മുഖ്യപ്രസംഗം വായിച്ചില്ലെന്ന് പറഞ്ഞ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും ഒഴിഞ്ഞുമാറി. രാഹുൽ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ രാഹുലിനെ കോൺഗ്രസിൽ തിരിച്ചെടുക്കില്ല എന്നാണ് തങ്ങളുടെ നിലപാടെന്ന് K മുരളീധരനും പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയുമ്പോഴാണ് പാർട്ടി പത്രം പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുള്ളത്.